ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് ബാഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു റവ മിഠായിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടി ഒരു 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്, ബട്ടർ എടുത്തിട്ടുണ്ട്, ഞാൻ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് തയ്യാറാക്കാൻ എങ്ങനെയെന്ന്. അടുപ്പ് കത്തിച്ച് കടായി വെച്ചു. അപ്പം നമ്മുടെ കടായി നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാൻ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ചെറിയ തീയിൽ തന്നെ വെച്ച് കൈ വിടാതെ ഒന്ന് ഇളക്കി നല്ല ചോക്കണം. അധികം മൂത്ത് കൊണ്ടെങ്കിലും ഒരുവിധം ചുവന്ന് ഏകദേശം ആയിട്ടുണ്ട്. അല്പം കൂടെ നമുക്ക് നോക്കാം. പാകത്തിന് മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഒന്ന് കടായി അടുപ്പ് വെച്ച് ഒന്ന് തീ വെച്ച് വെച്ചു. ഇതിലേക്ക് നമുക്ക് ഇപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കശുവണ്ടി ഒന്ന് വറുത്ത് പാരാം. നമ്മൾ സ്റ്റൗ ഓഫാക്കി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കൊരു ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് റവയും തേങ്ങയും കൂടെ ബട്ടറാണ് ഞാൻ വറുത്തത്. നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തോണ്ട് വരാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇരിക്കുന്ന നെയ്യിൽ കൂടെ തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയത് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച റവയും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഇവിടെ മിഠായി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫാക്കി നമുക്കിതിലേക്കോട്ട് മാറ്റാം. ഞാൻ ഇതിൽ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. കശുവണ്ടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ പൊടിച്ച കശുവണ്ടി ഇട്ട് കൊടുക്കാം. മിഠായി ഒന്ന് തണലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ റവയും തേങ്ങയും കൂടെയുള്ള മിഠായി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചോളും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. റവ മിഠായി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.